സർ, നമ്മുടെ ലൈഫ് സ്റ്റൈലും ക്യാൻസറിൻ്റെ വർധനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡെഫിനറ്റായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതി തന്നെയാണ് അതിനകത്തെ പല ക്യാൻസറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറുന്നത്. അതിലാദ്യത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുകവലി തന്നെയാണ്. പുകവലി കൊണ്ട് ഏകദേശം എല്ലാ ക്രോണിക് ലിംഫാറ്റിക് ലുക്കീമിയ എന്ന് പറയുന്നൊരു ക്യാൻസർ ഒഴിച്ച് ബാക്കി എല്ലാ അസുഖങ്ങളുടെയും ചാൻസസ് വളരെയധികം കൂട്ടും. മാത്രമല്ല, ഈ പുകവലിച്ച് കഴിഞ്ഞൊരു രോഗി ക്യാൻസറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് കൊടുക്കുന്ന ചികിത്സയ്ക്ക് അത് ശരിക്കും പ്രതികരിക്കാറുമില്ല. മാത്രമല്ല, ഡ്രഗിൻ്റെ മറ്റേ ടോക്സിസിറ്റീസും എല്ലാം വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ മദ്യം. ഇത് ഇപ്പോഴത്തെ പുതിയ പല സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ഏറിയ ആൾക്കാർക്ക് മാത്രമല്ല, പ്രായമേറിയ ആൾക്കാർക്ക് മാത്രമല്ല, കുട്ടികൾ വരെ അത് സാധാരണമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ മുതലായ അസുഖങ്ങൾ അത് വരും. ഇത് വരുന്നത് എപ്പോഴാണ്? ഇവരൊരു 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് വരുന്നത്. അതായത് ജീവിതത്തിലേക്ക് ഒന്ന് തുടങ്ങി കുടുംബമായി ഈ അവസ്ഥയ്ക്കാണ്. ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ വളരെ ഏർലി ഡയഗ്നോസ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് അവർ മിക്കവാറും മരണത്തിലേക്ക് ഉള്ള യാത്ര ഒരു 6 മാസത്തിനകം തന്നെ നടക്കും. മൂന്നാമത്തത് ആഹാര രീതി. ഡോക്ടർ ചന്ദ്രമോഹൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ ആ ഒരു പാറ്റേൺ ഓഫ് ഇൻഫെക്ഷൻ ക്യാൻസർ തന്നെ അങ്ങ് മാറിത്തുടങ്ങി. അതായത് നമ്മുടെ ജീവിതത്തിലെ ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് നമ്മളൊരു നോൺ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് അങ്ങ് പോയി. അങ്ങനെ പോകുമ്പോൾ കോളോറക്ടൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇപ്പോൾ മൂന്നാമതായിട്ട് വന്നു തുടങ്ങി. അതും വളരെ മിഡിൽ ഏജൊക്കെ ആകുമ്പോഴായിരിക്കും ഇവർക്ക് എല്ലാവർക്കും അസുഖം വരുന്നത്. വന്നു കഴിയുമ്പം ആ സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ വളരെ ക്രൂഷ്യൽ സമയത്താണ് ഇത് വരുന്നത്. പലപ്പോഴും നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു സർവൈലൻസ് പ്രോട്ടോകോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് പലപ്പോഴും ഇവരെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇടതുഭാഗത്തുണ്ടാകുന്ന ക്യാൻസറും വലതുഭാഗത്തുണ്ടാകുന്ന ക്യാൻസറും തമ്മിലും വളരെ വ്യത്യാസമുണ്ട്. മൂന്നാമത്തത് എക്സ്പോഷർ ടു റേഡിയേഷൻ, ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതിനോടൊപ്പം തന്നെ ഈ ആഹാര സാധനങ്ങളിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, അതും ഈ രോഗത്തിന് ഹേതുവാകാം. ഇതിനോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ്, ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻഫെക്ഷൻസ്, HIV ഈ മുതലായ രോഗങ്ങൾ. അതായത് ഈ സിറ്റുവേഷൻസിലും അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഡിസിൻസ് കൊടുക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി നന്ന് കുറയുകയും ഇൻഫെക്ഷൻസും ക്യാൻസേഴ്സും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻസും ക്യാൻസേഴ്സും വരാനുള്ള സാധ്യതകൾ ഏറി വരുന്നു.